എന്നും ആരാധകർക്ക് ഒരു ഹരമായിരുന്നു. അതുകൊണ്ട് തന്നെ വിജയുടെ ഗോട്ട് എന്ന ചിത്രം അതേ ആരവത്തോടു കൂടിയും പ്രതീക്ഷയോടു കൂടിയുമാണ് തിയേറ്ററിൽ ഇറങ്ങിയത്. എന്നാൽ ഗോട്ട് സിനിമയുടെ ട്രെയിലർ ഓഗസ്റ്റിൽ ഇറങ്ങിയപ്പോൾ ആരാധകർ ഒന്നടങ്കം ഞെട്ടിയ സംഭവമായിരുന്നു വിജയുടെ ഡബിൾ റോൾ. ഒന്ന് വിജയുടെ സാധാരണ രൂപം, മറ്റേതാകട്ടെ വിജയുടെ ചെറുപ്പവും. വിജയുടെ വിന്റേജ് ലുക്ക് തിരിച്ചു വരികയാണെന്ന് പറയപ്പെട്ടെങ്കിലും സോഷ്യൽ മീഡിയ വൺ ട്രോളാണ് വിജയുടെ ചെറുപ്പത്തിന് ലഭിച്ച റെസ്പോൺസ്. എന്നാൽ പടം ഇറങ്ങുമ്പോൾ ഈ ട്രോളെല്ലാം മാറി മറിയുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അവിടെയും വിജയുടെ ഡബിൾ റോൾ വിമർശിക്കപ്പെട്ടു. എന്നാൽ ഈ ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രായം കുറയ്ക്കുന്ന സാങ്കേതിക വിദ്യ സാധാരണ ഹോളിവുഡിൽ ഉപയോഗിച്ചു വരുന്നതാണ്. പക്ഷേ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി ഈ സാങ്കേതിക വിദ്യ വിമർശനത്തിന് ഇടയാക്കി. എന്താണ് വിജയുടെ വിന്റേജ് ലുക്കിന് പിന്നിലെ സാങ്കേതിക വിദ്യ? അതാണ് ഹോളിവുഡിൽ നിരന്തരം ഉപയോഗിക്കുന്ന DAG. 50-കാരനാക്കിയ വിജയെ 23-കാരനാക്കിയ ഈ DAG മാജിക്കിനെ കുറിച്ചുള്ള ചർച്ചയാണ് ദി ഗോട്ട് എന്ന ചിത്രത്തിന് ശേഷം സിനിമാ ലോകത്തെ ചർച്ചാ വിഷയം. ദളപതിയും ഇളയ ദളപതിയും വ്യത്യസ്ത ലുക്കുകളിൽ ആടിത്തകർത്ത ചിത്രം ശ്രദ്ധ നേടുമ്പോൾ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എങ്ങനെയാണ് അഭിനേതാവിന്റെ പ്രായം കുറച്ച് കാണിക്കുന്നത് എന്ന ചർച്ചകളും സജീവമാകുകയാണ്. ചിത്രത്തിന്റെ വിഷ്വൽ എഫക്ട്സിന് വേണ്ടി ഹോളിവുഡിൽ നിന്നുള്ള VFX ടീമുമായി കൈകോർത്തിരുന്നുവെന്ന് അണിയറ പ്രവർത്തകർ വ്യക്തമാക്കിയിട്ടുണ്ട്. വൈവിധ്യമാർന്ന സ്പെഷ്യൽ ഇഫക്ട്സുകളും CGI ഉപയോഗിച്ചുകൊണ്ടുള്ള സങ്കീർണമായ പ്രക്രിയയാണ് ഈ DAG. സിനിമയിൽ അഭിനേതാക്കളെ ചെറുപ്പമായി കാണിക്കാനാണ് DAG സാധാരണമായി ഉപയോഗിക്കുന്നത്. ഇനി എങ്ങനെയാണ് DAG ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഏത് അഭിനേതാവിനെയാണ് DAG ചെയ്യേണ്ടത് അവരുടെ മുഖം ക്യാമറകൾ വെച്ച് ഹൈ റെസൊല്യൂഷൻ സ്കാൻ ചെയ്യും. ഈ 3D സ്കാൻ വഴി അഭിനേതാവിന്റെ മുഖത്തെ സൂക്ഷ്മമായ എക്സ്പ്രഷനുകൾ ഉൾപ്പെടെ ഒപ്പിയെടുക്കും. ശേഷം ഏത് പ്രായത്തിലേക്കാണ് മാറ്റേണ്ടത് എന്നതിനനുസരിച്ച് ഈ മോഡ് അഡ്ജസ്റ്റ് ചെയ്യും. ഏത് പ്രായത്തിലാണോ മാറ്റിയെടുക്കേണ്ടത് അഭിനേതാവിന്റെ ആ പ്രായത്തിലുള്ള ചിത്രങ്ങളും വീഡിയോകളും ഉൾപ്പെടെ ചേർത്ത് മറ്റൊരു ഡാറ്റ ബേസ് കൂടി തയ്യാറാക്കി റെഫറൻസായി ഉപയോഗിക്കും. അഭിനയിക്കുന്നയാളുടെ മുഖത്ത് ട്രാക്കിംഗ് ഡോട്ടുകൾ വെച്ചതിന് ശേഷം മുഖത്തെ എക്സ്പ്രഷനുകൾ റെക്കോർഡ് ചെയ്യുകയാണ് അടുത്ത ഘട്ടം. DAGനായി ഉപയോഗിക്കുന്ന നിരവധി സോഫ്റ്റ്വെയറുകളുണ്ട്. ട്രാക്കിംഗ് ഡോട്ടുകൾ ഉപയോഗിച്ച് ചിത്രീകരിച്ച വിഷ്വലുകളിൽ ഡിജിറ്റൽ മേക്കപ്പ് ഉപയോഗിച്ച് ചർമ്മത്തെ കൂടുതൽ സ്മൂത്ത് ആക്കും. അഭിനേതാക്കളുടെ മുഖത്ത് കഥാപാത്രത്തിന് അനുയോജ്യമായി വരുത്തേണ്ട മാറ്റങ്ങളും വരുത്തും. ഇത്തരത്തിൽ DAG ചെയ്ത രൂപത്തെ അഭിനേതാക്കളുടെ നിലവിലെ രൂപവുമായി സംയോജിപ്പിച്ച് കൃത്യമായൊരു മോഡൽ രൂപപ്പെടുത്തും. ഇങ്ങനെയാണ് DAG നടക്കപ്പെടുന്നത്. റിയൽ ലുക്ക് ഫീൽ ചെയ്യുന്നതിന് വേണ്ടിയാണ് കൂടുതലുമായി സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത്. ഗോട്ടിൽ വിജയുടെ പണ്ടത്തെ ഫോട്ടോസ് ഉൾപ്പെടെ വെച്ചാണ് DAG ചെയ്തിരിക്കുന്നത്. എന്നാൽ ആ ലുക്ക് പ്രേക്ഷകർക്ക് അംഗീകരിക്കാൻ സാധിക്കാത്തതിനാൽ വലിയ തോതിൽ വിമർശനങ്ങൾക്കും ട്രോളുകൾക്കും വിജയുടെ DAG കഥാപാത്രം വിമർശിക്കപ്പെട്ടു.